ഹരിയോടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. രാമായണ കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. രാമായണ കഥയിൽ ശ്രീരാമൻ നായകനും രാവണൻ വില്ലനുമാണ്. അപ്പോൾ രാവണനെ അതേസമയം തന്നെ രാവണനെ ഹീറോയായി കരുതുന്ന കുറേ ആൾക്കാരുണ്ട്. അത്തരം ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ആനന്ദ് നീലകണ്ഠൻ്റെ ടൈൽ ഓഫ് അസുര വാങ്ക്വിഷ്ഡ് അടക്കമുള്ള പുസ്തകങ്ങളെല്ലാം രാവണനെ വളരെ ഒരു ഉത്തമ പുരുഷനായി രാവണനെയാണ് അതിൽ വർണ്ണിക്കുന്നത്. അതായത് രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോകുന്നെങ്കിലും സീതയുടെ അനുവാദമില്ലാതെ സീതയെ സ്പർശിക്കുക പോലും ചെയ്യാത്ത ഒരു പുരുഷൻ. അത് കഴിഞ്ഞ് ഈ യുദ്ധമൊക്കെ കഴിഞ്ഞ് രാവണനെ നിഗ്രഹിച്ച് ശ്രീരാമൻ സീതയെ തിരികെ കൊണ്ടുപോകുന്നു. സീത അഗ്നിശുദ്ധി വരുത്തിയിട്ടാണ് ശ്രീരാമൻ്റെ കൂടെ പോകുന്നത്. അതിനുശേഷം പോലും രാമൻ സീതയെ സംശയിക്കുന്നുണ്ട്. ശരിക്കും ഉത്തമ പുരുഷൻ്റെ ലക്ഷണത്തിൽ ആരാണ് വരുന്നത്? രാവണനാണോ രാമനാണോ? രാമായണം യഥാർത്ഥത്തിൽ ഭക്തിപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വഴിക്ക് അങ്ങ് ചിന്തിച്ച് പോകാൻ മാത്രമേ പറ്റുള്ളൂ എന്നുള്ള ഒരു കഥയും, അല്ലെങ്കിൽ ശ്രീരാമനെയൊക്കെ ബഹുമാനിച്ച് അല്ലെങ്കിൽ കൂടുതലൊന്നും പഠിക്കാതെ ഇങ്ങ് പോവുകയാണെങ്കിൽ അതിന് ഒരു സുഖം ഒരു ഭാഗത്തുണ്ട്. കഥയായിട്ട് ചിന്തിച്ചു പോയാൽ എനിക്ക് തോന്നുന്നത് ഇത്രയധികം കഥകളും ഉപകഥകളും ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സ്റ്റോറി വേറെ ഉണ്ടാവും ഭാരതത്തിലെന്ന് എനിക്ക് തോന്നുന്നില്ല. രാമായണത്തെ ചൊല്ലി തന്നെ ഒത്തിരി നിരവധി പുസ്തകങ്ങൾ, രാമായണം തന്നെ ഭാരതത്തിൽ 200-250 വേർഷൻസ് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇതിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു 3 ഭാഗങ്ങൾ ഇതിലുണ്ട്. രാമായണത്തിലെ 3 ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ 3 ഭാഗങ്ങളിലാണ് ഇതിൻ്റെ കഥകൾ നടക്കുന്നത്. ആദ്യത്തെ ഭാഗം അയോധ്യയിൽ രാമനെ രാജാവാക്കാതിരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള എന്താ പറയുക, കൈകേയി നടത്തിയിട്ടുള്ള കുറേ കുൽസിത കാര്യങ്ങളുണ്ട്. അത് എന്തിനു വേണ്ടിയായിരുന്നു? എന്തിനാണ് അവിടെ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? എന്നിട്ട് നേരെ എന്താ പറയുക 14 വർഷം കാട്ടിൽ പോയി വനവാസത്തിന് വേണ്ടി പോകേണ്ട ഒരാവശ്യം വന്ന എന്തിനു വേണ്ടിയാണ്? അവിടെ നിന്ന് വന്നിട്ട് ഇദ്ദേഹം വനത്തിൽ വന്ന് ഇദ്ദേഹത്തിന് കുറേ ആളുകളെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയൊക്കെ കിട്ടുന്നത് ഒന്ന് ബാലിയും സുഗ്രീവനും ഹനുമാനും ഒക്കെയാണ്. ഒരു വലിയ വാനരപ്പടയും. എന്തായാലും നമുക്കറിയാം, കാരണം വാനരന്മാർ ഒരു രാജ്യം ഭരിച്ചതായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ, അല്ലെങ്കിൽ അവർ കിരീടമൊക്കെ വെച്ച് വാളും ഒക്കെ ഉപയോഗിച്ച് പോയി വെട്ടാനൊക്കെ പോയി ഒരു രാജ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. പക്ഷേ അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടി വേറൊരു രാജ്യത്തെ, അതായത് ലങ്ക എന്ന രാജ്യത്തെ രാവണനുമായിട്ട് യുദ്ധം ചെയ്യാൻ പോകുന്നു. അതിന് കാരണമുണ്ടായത് സീതയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള ഒരു കാരണം. ഈ കാരണത്തിൽ ലങ്കയിലെത്തുന്നു. ലങ്കയിലുണ്ടായ യുദ്ധത്തിൻ്റെ അവസ്ഥ, അതിൽ നിന്ന് വിജയിച്ച് തിരിച്ചു വന്നു കഴിയുമ്പോൾ രാജ്യത്തെ രാജാവായി കഴിഞ്ഞപ്പോൾ സ്വന്തം ഭാര്യയെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ വേറൊന്നുണ്ട് അഗ്നിശുദ്ധി വരുത്തുക. ഇങ്ങനെ കഥയുടെ ഒരു ആകെ ഫ്ലോയിൽ നമുക്ക് മൊത്തം പോയാൽ ഓരോ ഭാഗത്തുള്ളവരെയും നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് ചിന്തിച്ചേ വരുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് യുദ്ധത്തിന് പോകുന്ന, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും രാമൻ വനവാസത്തിന് എന്ന് പറഞ്ഞ് പോന്നിട്ടുണ്ടാവുക? കാരണം ഒരുപക്ഷെ രാജാവ് ആവുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ രാജ്യം വിസ്തൃതി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയുടെ ഭാഗം എന്നുള്ളത് അന്നത്തെ കാലത്തെ ആദ്യ രാജാക്കന്മാരുടെ കാലത്തുള്ള എല്ലാ പ്രയത്നത്തിലും പെട്ട ഒരു കാര്യമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. കാരണം അതിനുവേണ്ടി മന്ധര അങ്ങനെ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ഇതിങ്ങനെ പ്രവർത്തിച്ചു, അത് പണ്ടൊരു വരം കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ വരം ഇങ്ങനെയായിരുന്നു എന്നൊക്കെ ഒരു കഥയുടെ ഭാഗത്തിൽ ചിന്തിച്ചാൽ, ഒരു രാജാവ് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ മഹാരാജാവായി ഇത് ചെയ്യുന്നതിന് മുമ്പ് രാജ്യവിസ്തൃതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ചെയ്യണം. അതിനുവേണ്ടി പോകുന്ന ഒരു സമയം, ആ സമയത്ത് ഇദ്ദേഹം ഭാരതം എന്നുള്ള രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. നമുക്ക് ചിന്തിച്ച് നോക്കൂ. അപ്പോൾ അവിടെ നമുക്ക് സഹായിക്കാൻ ഇവൻ അംഗരാജ്യങ്ങളുണ്ടാവണം. അംഗരാജ്യങ്ങളുള്ളവരെല്ലാവരും കുരങ്ങന്മാരാണ്. കാരണം ഈ സമൂഹത്തെ, ആളുകളെ, ജനങ്ങളെ മുഴുവൻ എന്താ പറയുക, രാമായണത്തിൽ ഒരു പക്ഷേ കാണിച്ചു തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ സാധാരണ ജനങ്ങളെ മുഴുവൻ കാണിച്ചു തന്നിട്ടുള്ളത് കുരങ്ങന്മാരായിട്ടാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കുരങ്ങന്മാർക്കൊരു പ്രത്യേകതയുണ്ട്. കുരങ്ങന്മാർക്ക് ഒരിക്കലും സ്വന്തം ബുദ്ധി കുരങ്ങന്മാർ ഉപയോഗിക്കാറില്ല. കുരങ്ങന്മാർ എപ്പോഴും വേറൊരാൾ കാണിക്കുന്നത് അതേപടി കാണിക്കുന്ന ഒരു സ്വഭാവമാണ്. അപ്പോൾ രാമായണത്തിൽ ഈ പറഞ്ഞ ഒരു ഭാഗത്ത് വന്ന് കുറേ കുരങ്ങന്മാർ എന്താണെന്ന് വെച്ചാൽ വേറുന്നുണ്ട്. ഇവർ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ അതിനനുസരിച്ച് കൂടെ നിന്ന, അതിന് നേതാക്കന്മാരായിട്ടുള്ള സുഗ്രീവനും ബാലിയുമുണ്ട്. ബാലിയും സുഗ്രീവനും തന്നെ അവർ ഏട്ടനീയന്മാരാണ്. അവർ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിച്ചാണ് അവിടെ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ.
കൂടെയുള്ള ഹനുമാനുണ്ട്. ഹനുമാൻ എന്നുള്ളത് ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. ഹനുമാൻ എന്നുള്ള ഈശ്വരന് തന്നെ ഒരു കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമാണ്. ഹനുമാൻ്റെ കാഴ്ചപ്പാട് എന്താണ്? ഹനുമാന് സ്വന്തം കഴിവ് എന്താണെന്ന് സ്വയം അറിയില്ല. വേറൊരാൾ പ്രകീർത്തിച്ച് നിനക്ക് ഈ കഴിവുണ്ട്, നീ മിടുമിടുക്കനാണ്, നിന്നെക്കൊണ്ട് പറ്റും എന്ന് കാണിച്ചാൽ മാത്രമേ ഹനുമാൻ പ്രവർത്തിക്കുള്ളൂ. നമ്മളല്ലേ ഇത്? ഓരോ മനുഷ്യനുമുള്ള ഏറ്റവും വലിയ സ്വഭാവമല്ലേ സ്വന്തം കഴിവ് തിരിച്ചറിയാൻ അറിയില്ല. വേറൊരാൾ പ്രകീർത്തിച്ചാൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ഹനുമാൻ, അങ്ങനെയുള്ള മിടുക്കനെ ഈ പറഞ്ഞ രാമൻ ഗംഭീരനായിട്ടുള്ള രാജാവാണ്. കാരണം എന്താ വെച്ചാൽ വേറുന്നുണ്ട്, അദ്ദേഹം രാജ്യം വികസിക്കാൻ അങ്ങോട്ട് പോകുമ്പോൾ ഒരു നാട് അദ്ദേഹം പല തരത്തിലാണ് രാജ്യത്തെ വികസിച്ചു പോയത്. ഒരു കുരങ്ങന്മാരുടെ നാട്ടിൽ ചെന്നിട്ട് അവിടെ ചെന്ന് ഹനുമാനെ അങ്ങ് പ്രകീർത്തിച്ച്, നീയാണെങ്കിൽ നീ മിടുമിടുക്കനാണ്, നിന്നെക്കിട്ടത് ചെയ്യാൻ പറ്റും, ഞാൻ കൂടെയുണ്ട്, നീ അത് ചെയ്യേ എന്ന് പ്രകീർത്തിച്ച് അദ്ദേഹത്തെ കൂടെ കൂട്ടി അവിടുത്തെ രാജാവിനെ കയ്യിലാക്കി ആ ഒരു പ്രദേശം മുഴുവൻ ഈ രാജ്യത്തിൻ്റെ ഭാഗമാക്കി. അവിടെ നിന്ന് പിന്നെ അപ്പുറേക്ക് പോവുകയാണ്. കാരണം ഭാരതം എന്നുള്ളതിന് അപ്പുറേക്ക് പോകണമെങ്കിൽ കഥ പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. അവിടെയാണ് രാവണനെ പറ്റി ആലോചിക്കേണ്ടത്. രാവണനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. രാവണൻ 10 തലയുള്ള രാക്ഷസനാണ്, ഭീകരനാണ്. 10 തലയാണ്. അതായത് ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ് ഫോട്ടോയിലൊക്കെ. ഒരിക്കലും പ്രായോഗികമല്ല. 10 തല വെച്ചാൽ 10 പേരുടെ ബുദ്ധിയാണാക്കി. ഏത് വഴിക്ക് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം 10 ഭാഗത്തോടെയും ചിന്തിക്കും. കാരണം വേറുന്നുണ്ട്, അതിൻ്റെ ഗുണം എത്ര, ദോഷം എത്ര, ഫലം എത്ര. അങ്ങനെയാണ് അതിസമ്പദ് സമൃദ്ധിയായിട്ടുള്ള ഒരു രാജ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. ലോകത്ത് ആദ്യത്തെ വിമാനം ഇരിക്കുക അദ്ദേഹത്തിൻ്റെ കയ്യിൽ. സ്വന്തമായിട്ട് വിമാനം ഉള്ള ഒരു രാജ്യം ലോകത്ത് ഈ പറഞ്ഞ രാമന് പോലും അന്നില്ല. അപ്പം അത്രയും സ്വത്തും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അത്രയും കഴിവുള്ള രാജ്യം കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ എന്താ തോന്നുക, നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പല രീതിക്കായിട്ട് ഈ രാജ്യത്തേക്ക് പെടുത്തി കൊണ്ടുവന്ന് ആ ജനങ്ങളെ മുഴുവൻ ഒത്തൊരുമിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത രാജ്യവും കൂടെ പിടിക്കുക എന്നുള്ളത് സ്വാഭാവികമല്ലേ. അപ്പോൾ അതിനു വേണ്ടി ഏതെല്ലാം തരത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ പറയട്ടെ, രാമായണത്തിൻ്റെ ഭക്തിമാർഗത്തെപ്പറ്റി ഒന്നല്ല ഞാൻ പറയണത്. കാരണം ഇത്തരത്തിലുള്ള കഥകളോ അല്ലെങ്കിൽ പലതരത്തിലും രാമായണം എഴുതി പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിച്ച് പോവുക എന്നുള്ളത് മാത്രമാണ് അവിടെ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, സീതാദേവിയെ ഉപദ്രവിച്ചു എന്നുള്ള പേരിലോ അല്ലെങ്കിൽ അതിനുള്ള കാരണമെന്ന പേരിലോ ഒരു യുദ്ധം ക്രിയേറ്റ് ചെയ്യപ്പെട്ട് ആയിക്കൂടാ എന്നില്ലല്ലോ. ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ട യുദ്ധത്തിൽ 10 തലയുള്ള, കാരണം ഇത്രയും വലിയ ഒരു സ്ഥലത്ത് നിന്ന് ഇത്രയും ചെറിയ ലങ്കയിൽ പോയി അത് യുദ്ധം ചെയ്ത് വിജയിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. തിരിച്ച് ഭരണത്തിലേക്ക് ഏറിയപ്പോൾ എന്തിനായിരിക്കാം അഗ്നിശുദ്ധി വരുത്താൻ സീതയെ നിർബന്ധിക്കേണ്ടി വന്നത്? കാരണം കൂടെയുള്ള കുരങ്ങന്മാർ തന്നെ പാലം വലിക്കും. നമ്മുടെ നാടാണ്. ഇന്നും ഇതേ സ്വഭാവം തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. കാരണം ഒരാൾ അതേ ഇതത്ര ശരിയായിരുന്നില്ലല്ലോ, ഇതങ്ങനെ കാണിച്ചിട്ടില്ലേ. ഒരു രാജാവിന് നാട്ടിലുള്ളവരെ കൺവിൻസ് ചെയ്യിക്കണമെങ്കിൽ ഇന്ന് നമുക്കറിയാലോ എന്ത് തരത്തിലുള്ള അപവാദങ്ങൾ വരുമ്പോൾ അതിനെ ഒന്ന് ന്യായീകരിച്ച് കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെത്തെ ഭരണാധികാരികളായിട്ടുള്ള പലരും അല്ലെങ്കിൽ പല ആളുകളും എത്ര തരത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചെയ്യുന്നുണ്ടാവും, എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അന്വേഷണം പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതേ ഇവിടെ ഒരു കാര്യമല്ലേ ഒരുപക്ഷെ അന്നും ചെയ്തിട്ടുണ്ടാവുക. കാരണം ജനം അവിടെ ഇവിടെ നിന്ന് പറയുമ്പോൾ ആ പറഞ്ഞതിനെ തീർച്ചയായിട്ടും ജനത്തിന് എന്താ പറയുക, ജനത്തിൻ്റെ സംശയത്തെ നമ്മൾ ദൂരീകരിച്ചിരിക്കും. അതിനെപ്പറ്റി ഒരു അന്വേഷണം ഉണ്ടായിരിക്കും, അതിനുവേണ്ടി ഇതൊക്കെ ചെയ്തു എന്ന തരത്തിലായിക്കൂടെ ഇതെല്ലാം ഉണ്ടായിട്ടുണ്ടാവുക. യാഥാർത്ഥ്യത്തോടെ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം ഒരുപക്ഷെ പല സമയത്ത് അല്ലെങ്കിൽ പല കാര്യങ്ങളായിട്ട് നടന്നു പോയിട്ടുള്ള കാര്യങ്ങളാണ്. നടന്ന കാര്യങ്ങളെ ആധ്യാത്മികമായും കൂടെ ബലപ്പെടുത്തി അതിനെ ഒരു കഥാ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രസൻറ്റ് ചെയ്തൊരു വലിയൊരു ഘടകമുണ്ട്. ഓരോരുത്തരുടെയും ജീവിതക്രമങ്ങൾ പലതരത്തിലും നമ്മളെ സ്വാധീനിക്കുന്നതാണ്, നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതാണ്, നമ്മുടെ നല്ല ചിന്തകളെ സ്വാധീനിക്കുന്നതാണ്, രാഷ്ട്ര ഭരണത്തെ സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പഴയ എല്ലാ പുരാണങ്ങളിലും പറയുന്നത് ഏത് തരത്തിൽ നമ്മൾ ചിന്തിച്ചാൽ പോലും അതിൻ്റെ അർത്ഥതലം മാത്രം മനസ്സിലാക്കുകയായിരിക്കും ഉചിതം എന്നാണ് എൻ്റെ വിശ്വാസം. രാമനെയും രാവണനെയും കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ
നിങ്ങളുടെ ആശയങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം.